ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് 3 CBSE സ്റ്റുഡൻസിൻ്റെ EVS ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 5th പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നതാണ്, ഇൻ അവർ ഹോംസ് വി ഡു മെനി ആക്ടിവിറ്റീസ് ടുഗെദർ. എന്താണ് പറയുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മൾ കുറേ ആക്ടിവിറ്റി എന്ത് ചെയ്യും, ഒരുമിച്ച് ചെയ്യും. കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റികൾ ഒരു ഉദ്ദേശം എന്താണ്? ഇങ്ങനെ പാത്രം കഴുകുന്നതും ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ അവർ ഒരുമിച്ച് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് ലോങ് ഹെയർ. അപ്പോൾ ആരൊക്കെയാണ്? കുട്ടിക്ക് ഇത്ര വലിയ ഹെയർ ആണുള്ളത്, എത്ര ലോങ് ഹെയർ. മൈ ദാദിജി എന്ത് ചെയ്യും? ഓയിൽസ് മൈ ഹെയർ ആൻഡ് ബ്രൈഡ്സ് ഇറ്റ് ഇൻ ദ മോർണിംഗ് ബിഫോർ ഐ ലീവ് ഫോർ സ്കൂൾ. ദാദിജി എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഓയിൽ ചെയ്യും. അതായത് മുടിയിൽ എണ്ണയൊക്കെ തേച്ച് ബ്രൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നി കെട്ടുന്നത്, നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നി കെട്ടി. എപ്പോഴാണ്? ഇൻ ദ മോർണിംഗ് ബിഫോർ ഐ ലീവ് ഫോർ സ്കൂൾ. ഞാൻ എപ്പോഴാണ് പറയുന്നത്? രാവിലെ ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുൻപ്. അപ്പോൾ ഇവിടെ പറയണ, എൻ്റെ വീട്ടിൽ നമ്മൾ കുറേ ആക്ടിവിറ്റികൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. എനിക്ക് നീളമുള്ള മുടിയുണ്ട്. എൻ്റെ മുടിയിൽ ദാദിജി, ആരാണ്? ഗ്രാൻഡ് മദർ ഓയിൽ ചെയ്യും. മുടിയിൽ എണ്ണ തേച്ച് ഹെയർ സ്റ്റൈൽ ബ്രൈഡ് രീതിയിൽ പിന്നി കെട്ടി സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ്. എപ്പോഴാണ്? സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ കെട്ടിത്തരും. ഷീ ഹംസ് എ സോങ് വൈൽ ഷീസ് ഡൂയിങ് ദിസ്. എന്താണ് ഷീ ഹംസ്? അവരെന്ത് ചെയ്യും? അവർ ഇങ്ങനെ മുറുക്ക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മർമർ ചെയ്യുന്ന പോലെ പാടും. എന്താണ്? സോങ്. പാട്ട് എപ്പോഴാണ്? ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ, ഇങ്ങനെ മുടി കെട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ പാട്ട് പാടും. ഇറ്റ് മേക്സ് മീ ഹാപ്പി ടു ലിസൺ ടു ഹർ. എന്താണ്? അപ്പോൾ അതെന്ത് ചെയ്യും? ഈ കുട്ടീനെ ഹാപ്പി ആക്കും. അത് കേൾക്കാൻ, ലിസൺ ചെയ്യാൻ. അപ്പോൾ ഇറ്റ് മേക്സ് മീ ഹാപ്പി ടു ലിസൺ ടു ഹർ. ഇതെന്ത് ചെയ്യും? അവരെന്ന് ഉദ്ദേശിക്കുന്ന ദാദിജീനെ ലിസൺ ചെയ്യാൻ, ദാദിജിയിൽ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ സന്തോഷിപ്പിക്കും. ഈ പാട്ട് എന്തിനാണ് ഈ പാട്ട് പാടുന്നത്? ഐ ഹാവ് ലേൺഡ് മെനി സോങ്സ് ഫ്രം ഹർ. ഞാൻ കുറേ സോങ്സും പാട്ടുകൾ എവിടുന്നാണ് പഠിച്ചത്? ദാദിജിയിൽ നിന്നാണ് പഠിച്ചത്. മൈ പാരൻസ് ഹെൽപ്പ് ഈച്ച് അതർ ഇൻ ഓൾ ദ ഹൗസ് വർക്ക്സ് ഫ്രം കുക്കിംഗ് ആൻഡ് ക്ലീനിങ് ടു ഷോപ്പിംഗ് ഫോർ ഗ്രോസറീസ്. എൻ്റെ പാരൻസ് എന്ത് ചെയ്യാന്നാണ് പറയുന്നത്? ഐ ഹാവ് ലേൺ. പാരൻസ് ഹെൽപ്പ് ചെയ്യും. അവരങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും അമ്മയും അപ്പനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ കാര്യങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്താലും അതിന് ഹെൽപ്പ് ചെയ്യും, സഹായിക്കും. എല്ലാ വീട്ടുജോലികൾക്കും. അപ്പോൾ എവിടെ നിന്നാണ്? കുക്കിങ്ങിൽ, പാചകത്തിൽ തുടങ്ങി ക്ലീനിങ്ങും പാചകത്തിൽ തുടങ്ങി, പാചകത്തിലും ക്ലീനിങ്ങിലും, ഈ വൃത്തിയാക്കുന്നതിലും പാചകത്തിലും തുടങ്ങിയിട്ട് എവിടം വരെയും ഷോപ്പിംഗ് ചെയ്യണം. ഗ്രോസറീസ് എന്ന് പറയുന്നത് എന്താ? നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളില്ലേ, ചില സാധനങ്ങൾ, അത് മേടിക്കുന്നത് വരെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഹൗസ് വർക്ക് എന്നാണ്. അപ്പോൾ എവിടെ തുടങ്ങിയാണ്? കുക്കിങ്ങിലും ക്ലീനിങ്ങിലും തുടങ്ങി ഷോപ്പിംഗ് ചെയ്യുന്നത് വരെയാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്. അവരുടെ പാരൻസ് എന്തിനാണ് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നത്? ഏതൊക്കെ ഹൗസ് വർക്ക്സാണ്? അവർ വീട്ടിൽ കുക്ക് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? കുക്കിംഗ്, ക്ലീനിങ്, ഷോപ്പിംഗ് ഫോർ ഗ്രോസറി ഐറ്റംസ് മേടിക്കുന്നത് വരെ. മൈ ദാദാജി ലവ്സ് ഗാർഡനിങ്. Bangu Bhaiya and I help our parents and grandparents with some of their work every day. Bangu Bhaiya helps in cleaning and chopping vegetables while I help my Dadaji in garden. എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ദാദാജിക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. ദാദാജി ആരാണ്? ഗ്രാൻഡ് ഫാദറിന് എന്തിനാണ്? ഗാർഡൻ ചെയ്യാൻ, ഇങ്ങനെ പൂക്കളും ചെടികളും ഒക്കെ പിടിപ്പിച്ച് മരങ്ങളും വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബംഗു ഭയ്യ ആരാണ്? ബംഗു ഭയ്യ എന്തിനാണ്? ബംഗു എന്ന് പറയുന്ന ആളുടെ ആരാണ്? ഈ കുട്ടിയുടെ ചേട്ടനാണ്. ഭയ്യ ചേട്ടൻ. ബംഗു ഭയ്യ ആൻഡ് ഐ ഹെൽപ്പ് അവർ പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസ് വിത്ത് സം ഓഫ് ദെയർ വർക്ക് എവറി ഡേ. ബംഗു ഭയ്യയും ഞാനും എന്ത് ചെയ്യും? നമ്മുടെ പാരൻസിൻ്റെ മാതാപിതാക്കൾ, അച്ഛനെയും അമ്മയെയും അപ്പൂപ്പനെയും അമ്മൂമ്മേനെയും ഗ്രാൻഡ് പാരൻസിന് എന്ത് ചെയ്യും? അവരെ വർക്ക് ദിവസവും ചെയ്യുന്ന ജോലികളിൽ നമ്മൾ സഹായിക്കും. Bangu Bhaiya help in cleaning
and chopping vegetables while I help my Dadaji in gardening. ഗാർഡൻ ചെയ്യാൻ അപ്പോഴെന്താ പറയുന്നത്, ബംഗൂബായ ക്ലീൻ ചെയ്യാനും വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ദാദാജി, എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ എന്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും? ഗാർഡനിങ് ചെയ്യും, ചെടി നട്ടുപിടിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. One of our closest friend is Munni. She and her mother Kusum Mausi എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ്, കുസും മൗസി. മദേഴ്സ് ക്ലോസ് ഫ്രണ്ട് ഹൂ ഇസ് ലൈക്ക് എ സിസ്റ്റർ. നമ്മൾ മൗസി എന്ന് പറഞ്ഞു, കുസും മൗസി എന്ന് പറഞ്ഞാൽ ആരാണ്? മദറിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. Live near our house. Kusum Mausi is an excellent cook. She makes delicious sweets and special dishes for during our festivals. She and Munni join us in all our festivals at our house. ഇതവിടെ പറയുന്നത് വൺ ഓഫ് അവർ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ് ആര്? മുന്നി. ഷീ ആൻഡ് ഹെർ മദർ കുസും മൗസി, മദേഴ്സ് ക്ലോസ് ഫ്രണ്ട് ഹൂസ് ലൈക്ക് എ സിസ്റ്റർ, ലീവ്സ് നിയർ അവർ ഹൗസ്. എന്താ പറയുന്നത്? അവളും അവളുടെ അമ്മയും. അമ്മ ആരാണ്? കുസും മൗസി. കുസും മൗസി എന്ന് പറയുന്ന പേരാണ്. അപ്പോൾ കുസും മൗസി ആരാണ്? മദേഴ്സ് ക്ലോസ് ഫ്രണ്ട്, അമ്മയുടെ ഒരു അടുത്ത സുഹൃത്ത്. ആരാണ്? അമ്മയുടെ സിസ്റ്ററിനെ പോലെ, അതായത് അമ്മയുടെ സഹോദരീനെ പോലെയുള്ളൊരു അടുത്ത കൂട്ടുകാരിയാണ് കുസും മൗസി. അവരെവിടെയാണ് താമസിക്കുന്നത്? അവരുടെ വീടിൻ്റെ അടുത്താണ് കുസും മൗസി താമസിക്കുന്നത്. അപ്പോൾ കുസും മൗസി ഈസ് ആൻ എക്സലൻറ്റ് കുക്ക്. എന്താ പറയുന്നത്? കുസും മൗസിയുടെ അടിപൊളി അസാമാന്യ കഴിവുള്ള ഒരു കുക്കാണെന്ന്, അതായത് പാചകത്തിൽ നല്ല കഴിവുള്ള വ്യക്തിയാണ്. ഷീ മേക്സ് ഡെലീഷ്യസ് സ്വീറ്റ്സ് ആൻഡ് സ്പെഷ്യൽ ഡിഷസ് ഫോർ us ഡ്യൂറിങ് ഫെസ്റ്റിവൽസ്. അവരെന്ത് ചെയ്യുമെന്ന് പറയുന്നത്, അവർ ഡെലീഷ്യസ് ആയിട്ടുള്ള നല്ല അതിസ്വാദുള്ള നല്ല ഭക്ഷണങ്ങളും സ്വീറ്റ്സും എന്ത് ചെയ്യും, സ്പെഷ്യൽ ഡിഷുകളും ഈ ഫെസ്റ്റിവൽ, ഈ ആഘോഷങ്ങൾ, നമ്മളെ ഓണം, ദീപാവലി അങ്ങനെയുള്ള സമയത്ത് ഉണ്ടാക്കും. ആര്? ഈ കുസും മൗസി. ഷീ ആൻഡ് മുന്നി ജോയിൻ us in all the festivals at our house. ആരൊക്കെയാണ്? അവരും മുന്നിയും. ആരാണ്? അവരാരാണ്? കുസും മൗസിയും മുന്നിയും അവരെ കൂടെ എല്ലാ ഫെസ്റ്റിവൽസിനും എല്ലാ ആഘോഷങ്ങൾക്കും കൂട്ടുചേരും. എവിടെ? അവരെ വീട്ടിൽ. മുന്നി ഈസ് എ വെരി ഗുഡ് അറ്റ് മേക്കിംഗ് രംഗോളി. മുന്നി എന്താണ്? ഭയങ്കര നല്ല കഴിവുള്ള കുട്ടിയാണ്. എന്തിൽ? രംഗോളി വരയ്ക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ രംഗോളി ഈ നിറങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ അത് വരയ്ക്കുന്നതിൽ ആരൊക്കെയാണ്? ഈ മുന്നിക്ക് നല്ല കഴിവുണ്ട്. ഷീ യൂസസ് കളേഴ്സ് മെയ്ഡ് ഫ്രം ഡിഫറെൻറ്റ് ഡ്രൈഡ് ഫ്ലവേഴ്സ്. ഓൺ സം ഒക്കേഷൻസ് ഷീ യൂസ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ടു. ഐ ലവ് ടു ഹെൽപ്പ് ഹെർ. അപ്പോൾ അവൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഈ കളേഴ്സ്? എന്തിൽ നിന്നാണ്? ഡ്രൈഡ് ഫ്ലവേഴ്സിൽ നിന്ന്, ഡിഫറെൻറ്റ് ഡ്രൈഡ് ഫ്ലവേഴ്സിൽ നിന്നും ചില സമയത്ത് അവൾ എന്താണ്, ലീവ്സും ഫ്ലവേഴ്സും ഉപയോഗിക്കും. എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് ആര് പറയുന്നത്? ആ കുട്ടി പറയുന്നത്.